നമസ്കാരം. PS ടിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് PSC ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ 2024 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു രാത്രി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നല്ലേ, ഡെയിലി കറണ്ട് അഫയേഴ്സ്. ആ ഡെയിലി കറണ്ട് അഫയേഴ്സ് വീഡിയോയിൽ ഞാൻ ചോദ്യം ചോദിച്ചു, എന്തായിരുന്നു 2025 ചെസ് ലോകകപ്പ് വേദി എന്താണ്? ചെസ് അല്ലേ? ചെസ് ലോകകപ്പ് വേദി എവിടെയാണ്? നിങ്ങൾ പല കൂട്ടുകാരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് ശരി ഉത്തരം? എന്താണ്? ഇന്ത്യയാണ്. ഞാൻ ഒരു ഉദ്യോഗാർത്ഥിയുടെ കമൻറ്റ് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താക്കുക, ഇന്നത്തെ ചോദ്യം ഇതാണ്, എൻ്റെ ഇന്നത്തെ ചോദ്യം ഇതാണ്. ഇതെന്തായാലും ചോദിക്കാൻ ചാൻസ് ഉള്ള എന്താണ് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്താക്കുക, ഉത്തരം കമൻറ്റ് ചെയ്യുക. ഇനി ആരെങ്കിലും കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ, ഇനി എന്തിനാണ് അതിൻ്റെ ആവശ്യകത എന്നൊന്നും ചിന്തിക്കാൻ വേണ്ടി പാടില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്താക്കും, യെസ്, അത് മൈൻഡിൽ നിൽക്കും. ഓക്കെ അല്ലേ? ഇനി ആ ഉത്തരം തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മടിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യമോ അല്ലെങ്കിൽ GK ക്വസ്റ്റ്യനോ എന്തോ ആയിക്കോട്ടെ, PSCയുമായി ബന്ധപ്പെട്ടുള്ള എന്ത് പോയിന്റ് ആണെങ്കിലും നിങ്ങൾ എന്താക്കുക, ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റുള്ള കൂട്ടുകാർക്ക് അത് നോക്കി പഠിക്കാൻ ഒരു അവസരം കൂടി ഉണ്ടാകും. ഓക്കെ അല്ലേ? ഒരു കമ്പനി സ്റ്റഡി അല്ലേ, നമ്മൾ കമൻറ്റിലൂടെ ഒരു കമ്പനി സ്റ്റഡി നമുക്ക് നടത്താം. ഓക്കെ, അത്തരത്തിലേക്ക് നീങ്ങാം. എൻ്റെ ഇന്നത്തെ ചോദ്യം ഇതാണ്, 2024 ഏറ്റവും കൂടുതൽ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? 2024 ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഏതാണ്? ഇത് PSC ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? യെസ്. അപ്പം ഇന്നത്തെ നമ്മൾ ക്ലാസ് തുടങ്ങാം. എന്താടാ? യെസ്, ക്ലാസ്. ഓക്കെ, യെസ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, എന്താണ് ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറിയായി ചുമതലയേറ്റതാരാണ്? അത് രാജേഷ് കുമാർ സിംഗ്. ആരാണ്? രാജേഷ് കുമാർ സിംഗ് ആണ് ഇന്ത്യയുടെ പ്രതിരോധ സെക്രട്ടറിയായി ചുമതലയേറ്റതാരാണ് കൂട്ടുകാരെ? അത് രാജേഷ് കുമാർ സിംഗ്. ഓക്കെ അല്ലേ? ഇനി ഉല എന്ന നോവൽ രചിച്ചത് ആരാണ്? അത് KV മോഹൻകുമാർ. ഉല എന്ന നോവൽ രചിച്ചത് ആരാണ് കൂട്ടുകാരെ? ഉല എന്ന നോവൽ രചിച്ചത് KV മോഹൻകുമാർ ആണെന്ന് കൂടി ഓർത്ത് നോക്കുക. ആരാണ്? KV മോഹൻകുമാർ. ഓക്കെ അല്ലേടാ? മനസ്സിലാവുന്നില്ലേ? യെസ്. ഇനി 2024 ഇത് PSC ഓൾറെഡി ചോദിച്ചു അല്ലേ, കഴിഞ്ഞൊരു പ്രിലിമിനറി പരീക്ഷയിൽ PSC ചോദിച്ചതാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച ആർക്കാണ്? NS മാധവൻ. ആർക്കാണ്? NS മാധവൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവനാണ് അല്ലേ? NS മാധവൻ. എങ്കിൽ ഓർത്ത് വെച്ചോ, NS മാധവന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് തിരുത്ത്, അതുപോലെ തന്നെ ഹിഗ്വിറ്റ, ചൂളേമേട്ടിലെ ശവങ്ങള്, ലത്തൻ ബത്തേരിയിലെ ലുത്തീനിയകൾ എന്നിവയൊക്കെ ആരുടെ കൃതികളാണ്? NS മാധവന്റെ കൃതികളാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് NS മാധവൻ. ഈ NS മാധവന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ് കൂട്ടുകാരെ? തിരുത്ത്, ഹിഗ്വിറ്റ, ചൂളേമേട്ടിലെ ശവങ്ങളെ, ലണ്ടൻ ബത്തേരിയിലെ ലുത്തീനിയകൾ എന്നിവയൊക്കെ എന്താണ് പ്രധാന കൃതികളാണ് അല്ലേ? ഇനി വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന ചെറുകഥയെ ആസ്പദമാക്കി കായാതരൻ എന്ന ഹിന്ദി ചലച്ചിത്രം പുറത്തിറക്കി. എന്താണ്? വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന ചെറുകഥയെ ആസ്പദമാക്കി ഹിന്ദി ചലച്ചിത്രത്തിന്റെ പേരാണ് കായാതരൻ എന്ന ഹിന്ദി ചലച്ചിത്രം പുറത്തിറക്കി. ഓക്കെ അല്ലേ? യെസ്. ഇനി ആദ്യ നോവൽ ഏതാണ്? ആദ്യ നോവൽ 2003 പുറത്തിറങ്ങിയ ലത്തൻ ബത്തേരിയിലെ ലുത്തീനിയകളാണ്. NS മാധവന്റെ ആദ്യത്തെ നോവലാണ് ഏത്? ലത്തൻ ബത്തേരിയിലെ ലുത്തീനിയകൾ. 2023 പുറത്തിറങ്ങിയത്. ഓക്കെ അല്ലേ? ഇനി സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം അല്ലേ? എന്താണ്? സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ഈ എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാന തുക 5 ലക്ഷമാണ്. കുറച്ച് മുമ്പൊക്കെ ഈ സമ്മാന തുക ചോദിച്ച് കാണാറുണ്ട്, ഇപ്പോൾ നിലവിൽ ചോദിച്ച് കാണാറില്ല, എങ്കിലും ഓർത്തു വെക്കുക. അപ്പം ആദ്യത്തെ നോവലാണ് ലത്തൻ ബത്തേരി ലുത്തീനിയകൾ. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ഈ എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാന തുക 5 ലക്ഷം രൂപയാണെന്ന് കൂടി ഓർത്തു വെക്കുക. ഓക്കെ അല്ലേ? യെസ്. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? K. റീപ്പ് അല്ലേ? സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളുടെയും കോളേജുകളുടെയും സേവനങ്ങളും പ്രവർത്തനങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിന് സജ്ജമാക്കിയ സോഫ്റ്റ്വെയർ ആണ് K. റീപ്പ്. എന്തിനാണ്? സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളുടെയും കോളേജുകളുടെയും സേവനങ്ങളും പ്രവർത്തനങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിന് സജ്ജമാക്കിയ സോഫ്റ്റ്വെയർ ആണ് K. റീപ്പ് അല്ലേ? കേരള റിസോഴ്സസ് ഫോർ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്ലാനിംഗ്. കേരള റിസോഴ്സസ്
റിസോഴ്സസ്, KREP എന്നാണ് കേരള റിസോഴ്സസ് ഫോർ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്ലാനിംഗ് എന്നാണ് KREPന്റെ ഫുൾ ഫോം. എന്താണ് KREP? സംസ്ഥാനത്തെ എല്ലാ സർവകലാശാലകളുടെയും കോളേജുകളുടെയും സേവനങ്ങളും പ്രവർത്തനങ്ങളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നത് സജ്ജമാക്കിയ സോഫ്റ്റ്വെയർ ആണ് KREP. നോർത്ത് വെക്കുക. ഓക്കെ അല്ലേ? ഇനി തോട്ടിയാർ ജലവൈദ്യുത പദ്ധതി മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചു. PSC ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും? തോട്ടിയാർ ജലവൈദ്യുത പദ്ധതി എന്താണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തപ്പോഴാണ് 2024 ഒക്ടോബർ 28 തോട്ടിയാർ ജലവൈദ്യുത പദ്ധതി. PSC ഇങ്ങനെയും ചോദിക്കാം. ഈ തോട്ടിയാർ ജലവൈദ്യുത പദ്ധതി 2024 ഒക്ടോബർ 28 ഉദ്ഘാടനം ചെയ്ത തോട്ടിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിൽ. ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിൽ. അപ്പം ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന 2024 ഒക്ടോബർ 28 ഉദ്ഘാടനം ചെയ്ത തോട്ടിയാർ ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപാദന ശേഷി 40 മെഗാവാട്ട് ആണെന്ന് കൂടി ഓർത്തു വെക്കുക. എത്ര മെഗാവാട്ട്? 40 മെഗാവാട്ട്. അപ്പം തോട്ടിയാർ ജലവൈദ്യുത പദ്ധതി മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചത് 2024 ഒക്ടോബർ 28 തോട്ടിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഉൽപാദന ശേഷി 40 മെഗാവാട്ട് ആണെന്ന് കൂടി ഓർത്തു വെക്കുക. ഓക്കെ അല്ലേ? ഇനി പെരിയാറിന്റെ കൈവഴിയായ ദേവിയാറിലെ ജലമാണ് പദ്ധതിക്കായി പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. പെരിയാറിന്റെ കൈവഴിയായ ദേവിയാറിന്റെ ജലമാണ് പദ്ധതിക്കായി പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. ഈ തോട്ടിയാർ പവർ ഹൗസ് സ്ഥാപിച്ചത് ദേവികുളം താലൂക്ക് മാനാങ്കണ്ടം നീണ്ടപ്പാറ. ദേവികുളം താലൂക്ക് മാത്രം പഠിച്ചാൽ മതി. എന്താണ്? തോട്ടിയാർ പവർ ഹൗസ് സ്ഥാപിച്ചത് ദേവികുളം താലൂക്കിലാണ്. ദേവികുളം താലൂക്ക്. ഒന്നും കൂടി പറയാം. തോട്ടിയാർ ജലവൈദ്യുത പദ്ധതി മുഖ്യമന്ത്രി നാടിന് സമർപ്പിച്ചത് 2024 ഒക്ടോബർ 28 തോട്ടിയാർ ജലവൈദ്യുത പദ്ധതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലാണ്. ഉൽപാദന ശേഷി 40 മെഗാവാട്ടാണ്. പെരിയാറിന്റെ കൈവഴിയായ ദേവിയാറിലെ ജലമാണ് പദ്ധതിക്കായി പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്. തോട്ടിയാർ പവർ ഹൗസ് സ്ഥാപിച്ചത് ദേവികുളം താലൂക്കിലാണെന്നും ഓർത്തിരിക്കുക. ഇനി 2024 വാക്കായി കോളിൻസ് നിഘണ്ടു തിരഞ്ഞെടുത്തത് ബ്രാറ്റ് ആണ്. എന്താണ്? ബ്രാറ്റ്. 2024 വാക്കായിട്ട് കോളിൻസ് നിഘണ്ടു തിരഞ്ഞെടുത്തത് ബ്രാറ്റ് ആണ്. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും അധികം GST പിരിച്ചെടുത്ത സംസ്ഥാനം, ഇന്ത്യൻ സംസ്ഥാനമാണ് ഇത്? മഹാരാഷ്ട്ര. ഏറ്റവും അധികം GST പിരിച്ചെടുക്കുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. എങ്കിൽ എന്താണ് കുടുംബശ്രീയുടെ ഉജ്ജീവനം പദ്ധതി? സംസ്ഥാനത്തെ അതിദരിദ്ര കുടുംബങ്ങളെ സഹായിക്കുവാനുള്ള കുടുംബശ്രീ പദ്ധതിയാണ് ഉജ്ജീവനം. ആർക്ക് വേണ്ടിയിട്ടാണ്? സംസ്ഥാനത്തെ അതിദരിദ്ര കുടുംബങ്ങളെ സഹായിക്കാനുള്ള കുടുംബശ്രീ പദ്ധതിയാണ് ഉജ്ജീവനം. ഓക്കെ അല്ലേ? ഇനി രാജസ്ഥാൻ ആസ്ഥാനമായുള്ള മേക്ക് മണ്ഡൽ സൻസ്ഥൽ നൽകുന്ന 2024 വർഷത്തെ രാജാ രവിവർമ്മ സമ്മാൻ പുരസ്കാരം ലഭിച്ചത് മുരളി ചീരോത്തിന്. ആർക്കാണ്? മുരളി ചീരോത്ത്. രാജാ രവിവർമ്മ സമ്മാൻ രാജസ്ഥാൻ ആസ്ഥാനമായുള്ള മേക്ക് മണ്ഡൽ സൻസ്ഥാൻ നൽകുന്ന 2024 വർഷത്തെ രാജാ രവിവർമ്മ പുരസ്കാരം ലഭിച്ചത് മുരളി ചീരോത്തിനാണ്. എങ്കിൽ നിലവിലെ കേരള ലളിതകല അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് എന്നാണ്. മുരളി ചീരോത്താണ് കേരള ലളിതകല അക്കാദമി ചെയർമാൻ. ഇനി കുമാരനാശാന്റെ ജീവിതത്തെ ആസ്പദമാക്കി അവനി വാഴ്ക്കിനാവ് എന്ന നോവൽ രചിക്കുന്നത് ആരാണ്? അത് പെരുമ്പടം ശ്രീധരനാണെന്ന് ഓർത്തു വെക്കുക. എന്താണ്? പെരുമ്പടം ശ്രീധരൻ. കുമാരനാശാന്റെ ജീവിതത്തെ ആസ്പദമാക്കി അവനി വാഴ്ക്കിനാവ് എന്ന നോവൽ രചിക്കുന്നത് പെരുമ്പടം ശ്രീധരനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ശുചിത്വ കേരളം സുസ്ഥിര കേരളം ലക്ഷ്യമിട്ട് സംസ്ഥാനമൊട്ടാകെ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് മാലിന്യമുക്തം നവകേരളം. ശുചിത്വ കേരളം സുസ്ഥിര കേരളം ലക്ഷ്യമിട്ട് സംസ്ഥാനമൊട്ടാകെ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് ഏത്? മാലിന്യമുക്തം നവകേരളം എന്നത്. എങ്കിൽ എന്താണ് സ്നേഹിത എന്ന് പറഞ്ഞാൽ? അതിജീവിതർക്ക് അഭയവും കരുത്തുമായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് ആണ് സ്നേഹിത. എന്താണ്? അതിജീവിതർക്ക് അഭയവും കരുത്തുമായി 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് ആണ് സ്നേഹിത എന്നുകൂടി ഓർത്തു വെക്കുക. ഓക്കെ, യെസ്. ഇനി 2024 വാക്കായിരുന്നു എന്ത്? 2024 വാക്കാണ് ബ്രാറ്റ് അല്ലേ? എങ്കിൽ 2023 വാക്കാണ് AI എന്ന് ഓർത്തു വെക്കുക. ഇനി 2024 ഓർത്തു വെച്ചോ, 2024 36ാമത് മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് അബ്ദുള്ള അബൂബക്കർ. ഇതിനാണ് ട്രിപ്പിൾ ജമ്പ് അല്ലേ? 2024 36ാമത് മികച്ച കായിക താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം അബ്ദുള്ള അബൂബക്കർ ട്രിപ്പിൾ ജമ്പ്. എങ്കിൽ 2023 പുരസ്കാരം മുരളി ശ്രീശങ്കർ അല്ലേ? ലോങ് ജമ്പ്. 2023 ലഭിച്ചത് മുരളി ശ്രീശങ്കറിനാണെന്ന് ഓർത്തു വെക്കുക. ഇനി ഹിമാലയത്തിൽ ഗവേഷകർ കണ്ടെത്തിയ പുതിയ പാമ്പ് വർഗത്തിന് ആരെ പേര് നൽകി?
ലിയോനാർഡോ ഡികാപ്രിയോയുടെ പേര് നൽകി? എന്താണ് ലിയോനാർഡോ ഡികാപ്രിയ എന്താണ്? യെസ്, ആൻറ്റിക്കുലസ് ഡികാപ്രിയോ എന്നാണ് പേര് നൽകിയത്. അപ്പം ആൻറ്റിക്കുലസ് ഡികാപ്രിയോ എന്നത് ഹിമാലയത്തിൽ നിന്നും ഗവേഷകർ കണ്ടെത്തിയ പാമ്പ് വർഗമാണെന്നും കൂടി ഓർത്ത് വെക്കണേ. ഇനി ഇന്ത്യയുമായി അതിർത്തി തർക്കം നിലനിൽക്കുന്ന ലിപുലേക്ക്, ലിംപിയാധുര, കാലാപാനി തുടങ്ങിയ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി 100 രൂപ നോട്ട് പുറത്തിറക്കിയത് നേപ്പാളാണ്. ഓർത്ത് വെക്കുക, എന്താണ് നേപ്പാൾ. ഇന്ത്യയുമായി അതിർത്തി തർക്കം നിലനിൽക്കുന്ന ലിപുലേക്ക്, ലിംപിയാധുര, കാലാപാനി തുടങ്ങിയ പ്രദേശങ്ങളിൽ ഉൾപ്പെടുത്തി 100 രൂപ നോട്ട് പുറത്തിറക്കിയത് നേപ്പാളാണെന്നും കൂടി ഓർത്ത് വെക്കുക. യെസ്, അപ്പം 2024 എഴുത്തിന് പുരസ്കാരം നമ്മൾ ചർച്ച ചെയ്തു. യെസ്, ഓക്കെ അല്ലേ? യെസ്, അപ്പോൾ എന്താണ് 2024 എഴുത്തിന് പുരസ്കാരം നമ്മുടെ NS മാധവനാണ്. ഈ NS മാധവന്റെ പ്രധാനപ്പെട്ട കൃതികളും പഠിച്ചു വെക്കുക. തിരുത്ത്, ഹിഗ്വിറ്റ, ചൂളേമേട്ടിലെ ശവങ്ങൾ, ലണ്ടൻ ബത്തിരിയിലെ ലുത്തീനൽ എന്നിവയാണ് എന്താണ് 2024 എഴുത്തും പുരസ്കാരം ലഭിച്ച NS മാധവന്റെ കൃതികൾ. വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന ചെറുകഥയെ ആസ്പദമാക്കി കായാത്തരൻ എന്ന ഹിന്ദി ചലച്ചിത്രവും പുറത്തിറക്കിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത്. എൻ്റെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു: 2024 ഏറ്റവും കൂടുതൽ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം ഇന്ത്യയിലെ സംസ്ഥാനം ഏതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.